ഞങ്ങൾ കണ്ട ആൾക്കാരൊന്നും LDF മാത്രമല്ലല്ലോ. LDF വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്, വലിയ ഉണർവ്. അതിൻ്റെ അർത്ഥം LDF അല്ലാത്ത ആരെയും കണ്ടില്ല എന്നല്ല, അല്ലാത്ത ആരും മിണ്ടിയില്ല എന്നല്ല. LDF അല്ലാത്ത പതിനായിരങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളെ കണ്ടു, കേട്ടു, സംസാരിച്ചു. ആ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് ആ ദിശയിൽ മുമ്പോട്ട് പോകാൻ ബാക്കിയുണ്ട്. LDFിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടായാൽ LDFിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ആ ഇമ്പാക്റ്റ് പുറത്തെത്തും. സ്വാഭാവികമല്ലേ അത്? എത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഞങ്ങൾ കണ്ടതാണല്ലോ എല്ലായിടത്തും. ഉണ്ടല്ലോ. എല്ലാ അർത്ഥത്തിലും ജാഥ വിജയിച്ചു എന്ന് പറയുമ്പം രാഷ്ട്രീയമായിട്ട് വിജയിച്ചു, സാമൂഹികമായിട്ട് വിജയിച്ചു. LDFിനെ കാണാനും കേൾക്കാനും കൂടിയ ഒരുപാട് പേര് LDF പ്രവർത്തകന്മാരല്ല, അവരിലേക്ക് സന്ദേശമെത്തി. അവിടെ തീരുന്നില്ല, അവിടെ മുമ്പോട്ട് പോകും. LDF മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വലിയ ഉത്തേജനമായി ജാഥ മാറി. കേരളത്തിൽ കഴിഞ്ഞു. PM ശ്രീ എന്ന പദ്ധതി കേരളത്തിൽ LDF നടപ്പിലാക്കില്ല. നിങ്ങളത് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. നടപ്പിലാക്കില്ല. രാഷ്ട്രീയമല്ലേ? പണ്ടുവിളക്ക് രാഷ്ട്രീയമല്ലേ? മോദി രാഷ്ട്രീയമല്ലേ? ട്രംപ് രാഷ്ട്രീയമല്ലേ? US കരാർ രാഷ്ട്രീയമല്ലേ? ഇതൊക്കെയാണ് ചോദിച്ചത്. ഞങ്ങളെല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ വാഗ്ദാനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടും മുമ്പ്, എന്താണ് സ്വരാജ് എന്ന്. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷണമാണ് സ്വരാജ്, എല്ലാവർക്കും ഭൂമിയാണ് സ്വരാജ്, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും വിദ്യാഭ്യാസം, അതാണ് സ്വരാജ് എന്ന് പറഞ്ഞു. ആ സ്വരാജ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ ചോദ്യം. കോൺഗ്രസ് പാർട്ടി ഒത്തിരി കാലം ഭരിച്ചു, ഇപ്പോൾ BJP ഭരിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് പറഞ്ഞ ആ സ്വരാജ് ഇപ്പോഴും ഇല്ല. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഞങ്ങളൊരു കൊച്ചു കർത്താനം പറഞ്ഞിട്ടില്ല. തെക്കൻ മേഖലയിലെ എല്ലാ ജില്ലകളിലും, തെക്കൻ മേഖല മുഴുവനും, മധ്യമേഖല മുഴുവനും, വടക്കൻ മേഖല മുഴുവനും ഒരുപോലെ പറഞ്ഞു LDF നിലപാട് ശരിയാണെന്ന്. നിലപാടെന്താ? ദൈവത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ വക സ്വത്തുക്കൾ ആര് കൈവച്ചാലും അപഹരിച്ചാലും തെറ്റാണ്, അവർക്ക് മാപ്പില്ല, ശിക്ഷയുണ്ടാകും. അതാ LDF നിലപാട്. തന്ത്രിക്കും ബാധകമാണിത്. നമ്മളിപ്പോൾ കണ്ടല്ലോ തന്ത്രിയുടെ പിറകിൽ ആരാണെന്ന കാര്യം ഇപ്പം അറിഞ്ഞു. നമ്മളെല്ലാം വായിച്ചത് എന്താ? ശബരിമലയിലെ ഓരോ കാര്യവും തീരുമാനിക്കുന്നതിൻ്റെ സർവാധികാരവും ഉള്ള തന്ത്രിയാണെന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനെ പോലെ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുത്ത് അറിയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ തന്ത്രിയോട് അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു തുറക്കണ്ടെന്ന് പറഞ്ഞു, നട തുറക്കണ്ടെന്ന്. തന്ത്രിക്ക് മുകളിൽ BJP ഉണ്ടോ? ദൈവത്തിനേക്കാളും മുകളിൽ BJP ഉണ്ടോ എന്ന് പറയുന്ന ശ്രീധരൻപിള്ള ആ ബുക്ക് പറയുകയാണ്. അങ്ങനെ ഞാനാണ് പറഞ്ഞതെന്ന്. ദൈവത്തെക്കാളും വലിയ BJP ഇല്ല, ശ്രീധരൻപിള്ളയും ഇല്ല, ഒരാളുമില്ല. പക്ഷെ അവർ പറയുന്നു വി ആർ സുപ്രീം. തന്ത്രിയെ കൊണ്ട്, ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതിപക്ഷനാണെന്ന് പറയപ്പെടുന്ന തന്ത്രിയെ കൊണ്ട് നടയടപ്പിച്ചത് ഞാനാണെന്ന് പറയുന്നൊരു BJP നേതാവ്. അത് വ്യക്തമാക്കുന്നുണ്ട് തന്ത്രിയുടെ ക്രെഡിബിലിറ്റി.
ദൈവത്തിനേക്കാളും വലുതായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്ന BJP-കാരനെ കാണുന്ന തന്ത്രിയുടെ രാഷ്ട്രീയവും പറയുന്നുണ്ട്. ഞങ്ങൾ പറയുകയല്ല. ഞാൻ വായിച്ചു മതഭൂമിക്കത്ത് 2 പ്രസംഗമുണ്ടെന്ന്. പ്രസംഗവുമുണ്ട്, വാർത്തയുണ്ട്. അതെല്ലാം പറയുന്നുണ്ട് തന്ത്രിയെ കൊണ്ട് ചെയ്യിച്ച ആൾ താനാണെന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, പറഞ്ഞിട്ടുമുണ്ട്.